പ്രിയമുള്ളവരെ, മറ്റം നിത്യസഹായ മാതാവിൻ്റെ തീർത്ഥകേന്ദ്രത്തിൽ 2025 ഒക്ടോബർ 11 രണ്ടാം ശനിയാഴ്ച ഏകദിന ധ്യാനം കാലത്ത് 10 മണി മുതൽ ഉച്ചതിരിഞ്ഞ് 4 മണി വരെ. ബ്രദർ വർഗീസ് കൊടകര, എൽറൂഹ ധ്യാന കേന്ദ്രം. വിശുദ്ധ കുർബാന, ജപമാല, സ്തുതി ആരാധന, വചനപ്രഘോഷണം, അനുഭവ സാക്ഷ്യം, ദിവ്യകാരുണ്യ ആരാധന. ഏവരെയും മറ്റം നിത്യസഹായ മാതാവിൻ്റെ തീർത്ഥകേന്ദ്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്നേഹജ്വാലയ സ്വർഗത്തിൽ നിന്നും നീ വരൂ, അഗ്നിനാളമായ ജീവനായി നിങ്ങളിൽ വന്നുവാൻ ശക്തിയെ മാതാവിന്റെ തിരുനാളായിട്ട് ആഘോഷിക്കുന്ന രണ്ടാം ശനിയാഴ്ചകളിലെ എല്ലാ രണ്ടാം ശനിയാഴ്ചകളിലൂടെ നടക്കുന്ന ശുശ്രൂഷകൾക്കായിട്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ മാസം മുതലേ ഈ ജപമാല മാസത്തിലും അനുദിനം ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകൾക്കായിട്ട് ഇവിടേക്ക് കടന്നു വരാനിരിക്കുന്ന എല്ലാവരെയും ഈശ്വര കരുതലിൽ കൊടുത്തുകൊണ്ട് പ്രത്യേകിച്ച് ഈ ജപമാല മാസത്തിൽ ഞങ്ങളുടെ മക്കള് യേശുവിനെ രക്തം കൊണ്ട് കഴുകപ്പെടാൻ, യേശുവിനെ കുരിശിനാൽ മുദ്രിതമാകാൻ, യേശുവിന്റെ പരിശുദ്ധം അറിയാം, യേശുവിനെ സാക്ഷികളും വിശുദ്ധനുമാകാനായിട്ട് നിങ്ങളുടെ മക്കളെ കർത്താവിന് വിട്ടുകൊടുക്കുക. ദൈവം നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഏശയ്യ 54:13 ഞാൻ നിന്റെ പുത്രനെ പുത്രിയെ പഠിപ്പിക്കും, അവർ ശ്രേഷ്ഠാർജിക്കുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ മക്കളെ ദൈവവേലയ്ക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി സമർപ്പിക്കുക. അവർ പരിശുദ്ധാത്മാവ് നിറയട്ടെ, അവർ വചനം നിറയട്ടെ, അവർ വിശുദ്ധരാകട്ടെ. ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവത്തിന്റെ കൈകളിൽ നിങ്ങളുടെ മക്കളും പേരക്കിടാങ്ങളും നിങ്ങളുടെ മരുമക്കളും സുരക്ഷിതരാണെന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്കും നിങ്ങൾക്കും ഇല്ലാത്തതാണ്. എങ്കിൽ നിങ്ങളുടെയും പരാജയത്തിന്റെ, നാശത്തിന്റെ, ദുഃഖത്തിന്റെ കാരണമെന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ദുഃഖം നിങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ ദുഃഖം തളം കിട്ടുക, അത്യുന്നതന്റെ ശക്തി എന്റെ മേൽ ആവസിക്കാത്തതാണ്. എന്റെ ദുഃഖത്തിന്റെ കാരണം, എന്റെ മക്കളുടെ നിരാശയുടെ, സന്തോഷമില്ലാത്തതിന്റെ കാരണം അവരിൽ പരിശുദ്ധാത്മാവ് അത്യുന്ന ശക്തി നിറയാത്തതാണ്, പരിശുദ്ധാത്മാവിനെ വാങ്ങിക്കൊടുക്കാത്തതാണ്. ഹല്ലേലൂയ. നമ്മുടെ മക്കള് വഴിവിട്ട് മനുഷ്യ സ്നേഹത്തിന്റെ പിന്നാലെ, തെറ്റായ പ്രേമത്തിന്റെ പിന്നാലെ പോകുന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഈ ദൈവത്തിന്റെ ശക്തി, ഈ വചനത്തിന്റെ ശക്തി, ഈ കുർബാനയുടെ ശക്തി, ഈ കുമ്പസാരത്തിന്റെ ശക്തി, ഈ വിശ്വാസ പ്രമാണത്തിന്റെ ശക്തി മാതൃകപരമായി എനിക്കും നിങ്ങൾക്കും കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് എന്റെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകുന്നത്.
പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നു. കരയൊന്ന് സ്തുതിച്ച് വചനം പറയാം, എന്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു, പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിടം മുറിക്കാനും പണിതുയർത്താനും നട്ടുവളർത്താനും വേണ്ടി ജനതകളിടയിൽ വചനം ജീവിക്കുന്നത് നമ്മൾ കണ്ടാൽ ആ മക്കൾ പാപം ചെയ്യില്ല. അവർ വചനത്തിന് പ്രാധാന്യം കൊടുക്കണം. വചനം എന്താണെന്ന്, വചനത്തിന്റെ ശക്തി എന്താണെന്ന്, വചനത്തിന്റെ വില എന്താണെന്ന്, വചനത്തിന്റെ രുചി എന്താണെന്ന് പ്രവാചകൻ തിരിച്ചറിഞ്ഞു. ഞാനും നമ്മൾ തിരിച്ചറിയുന്നില്ല. നമ്മുടെ തലമുറയ്ക്ക് സന്തതി പരമ്പരയ്ക്ക് കൊടുക്കാത്തത് കൊണ്ട് എന്റെ നിങ്ങളുടെ മക്കള് ഈ ലോകത്തിന്റെ സുഗന്ധങ്ങളുടെ പിന്നാലെ സ്നേഹത്തിന്റെ പിന്നാലെ കടന്നു പോകുന്നതിന് കാരണം അതാണ്. അണ്ണന്റെ കൂടി അടലോട്ടിന്റെ കൂടി മക്കളെ പ്രേമിച്ചു പോകുന്നതിന് കാരണം ഈ സത്യദൈവത്തെ, ഈ വചനത്തെ, ഈ വിശുദ്ധ കുർബാനയെ, ഈ കുമ്പസാരത്തെ, ഈ മാമോദീസായുടെ ശക്തി തിരിച്ചറിയാത്തതാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നാം ആശ്രയിക്കേണ്ടത് വചനത്തിലും ത്രിത്വത്തിലുമാണ്. ഞാൻ അങ്ങയുടെ വചനത്തിലാണല്ലോ ആശ്രയിക്കുന്നത്. സത്യത്തിന്റെ വചനം അങ്ങയുടെ പക്കലാണല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ അതരങ്ങളിൽ നിന്ന് വിശേഷം വചനം എടുത്തു കളയരുത്. സങ്കീർത്തനം 119 42 43 വായിച്ച്. സങ്കീർത്തനം 119 42 43 ഉറക്കം വെച്ച് എല്ലാവരും വായിക്കും. എന്നെ അവഹേളിക്കുന്നവരോട് മറുപടി പറയാൻ അപ്പോഴെനിക്ക് കഴിയും. ഞാൻ അങ്ങയുടെ വചനത്തിലാണല്ലോ ആശ്രയിക്കുന്നത്. സത്യത്തിന്റെ വചനം എന്റെ അതിരുകളിൽ നിന്നും നിശേഷം എടുത്തു കളയരുതേ. അങ്ങയുടെ കൽപ്പനകളിലാണല്ലോ ഞാൻ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നത്. ഞാൻ അങ്ങയുടെ കൽപ്പനകളെ നിരന്തരം എന്നേക്കും പാലിക്കും. എന്ന ശത്രുക്കൾക്ക് എന്നെ പരാജയപ്പെടുത്താൻ പറ്റാതിരിക്കണമെങ്കിൽ, ലോകം പിശാചി ശരീരത്തിന്റെ ബന്ധനങ്ങളിൽ ഞാനും എന്റെ കുടുംബം വീണുപോകാതിരിക്കണമെങ്കിൽ ഈ വചനം എന്റെ ഹൃദയത്തിലുണ്ടാകണം. ഈ വചനം ഞാൻ ധ്യാനിക്കണം, ഭക്ഷിക്കണം, ജീവിക്കണം, പ്രഘോഷിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് സത്യം? വചനം പറയാം. എന്താണ് സത്യം? തന്നിൽ വിശുദ്ധിച്ച യഹൂദരോട് യേശു പറഞ്ഞു, എന്റെ വചനത്തിൽ നിങ്ങൾ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്റെ ശിഷ്യനാണ്. അപ്പൊ വചനം കേട്ടാ പോരാ, വചനം വായിച്ചാ പോരാ, വചനം എഴുതിയിട്ടാ പോരാ. ആ വചനം ഞാനും നിങ്ങളും ജീവിക്കണം. ജീവിച്ച് മക്കളുടെ തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കണം. വചനാധിഷ്ഠിതമായി ഞാനും നിങ്ങൾ ജീവിക്കുമ്പോഴാണ് ഞാനും നിങ്ങളും യഥാർത്ഥ ക്രിസ്ത്യാനികൾ, യഥാർത്ഥ ക്രിസ്തു സാക്ഷികളാകുകയുള്ളൂ. എനിക്ക് നിങ്ങൾക്കും നാം കൂടിയ ധ്യാനത്തിന് ആത്മീയ വളർച്ചയുണ്ടാവുകയുള്ളൂ. ഞാനും നിങ്ങളും ഒത്തിരി ധ്യാനം കൂടിയിട്ട് കൺവെൻഷൻ കൂടിയിട്ട് മരണിച്ചു പോയതിന് കാരണം ഈ വചനം എന്നിൽ തങ്ങുന്നില്ല. വചനം എന്നിൽ മാംസം ധരിക്കുന്നില്ല. ഈ വചനം ഞാൻ പകരുന്നില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. യോഹന്നാൻ 8:31-32 ഒന്ന് വായിച്ച്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 31-32. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഏത് പാപബന്ധനമാകാം, ഏത് ശാപബന്ധനമാകാം, ഏത് രോഗപീഠയാകാം, ഏത് ദുശീലങ്ങൾ, മദ്യപാനത്തിന്റെ, മയക്കുമരുന്നിന്റെ, സ്വർഗഭോഗത്തിന്റെ, സ്വയഭോഗത്തിന്റെ, വ്യഭിചാരത്തിന്റെ, കണ്ണിന്റെ ആസക്തിയുടെ എന്ത് ബന്ധനമായിക്കോട്ടെ, എന്ത് ബലഹീനതയോട്ട് സത്യത്തെ തിരിച്ചറിഞ്ഞ് ആ സത്യം നിങ്ങൾ സ്വന്തമാക്കാൻ ഈ സത്യത്തിലൂടെ സമ്പൂർണ്ണ വിമോചനം ആത്മാവിന്, ശരീരത്തിന്, മനസ്സിന് പൂർണ്ണ സൗഖ്യം തരാൻ ഈ സത്യത്തിന് പറ്റും. ഒന്ന് വായിച്ചേ. തന്നിൽ വിശ്വസിച്ച യഹൂദനോട് യേശു പറഞ്ഞു, എന്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്റെ ശിഷ്യരാണ്. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. സത്യം യേശുവാണ് സത്യം. ഇനി വഴിയ സത്യവും ജീവനും ഞാനാണ്. യോഹന്നാൻ 14:6. യോഹന്നാൻ 14. എന്താണ് ഈ സത്യം? ഈ സത്യം അറിഞ്ഞാലല്ലേ സ്വന്തമാക്കാൻ പറ്റുള്ളൂ, ആശ്രയിക്കാൻ പറ്റുള്ളൂ, ശരണപ്പെടാൻ പറ്റും. ഈ സത്യം എന്താണ്? യോഹന്നാൻ 14:6 വായിക്കും. യേശു
പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കിലേക്ക് വരുന്നില്ല. അപ്പൊ സത്യം എന്താ? യേശു തന്നെ. ഉറക്കെ പറ, എന്താണ് സത്യം? ഉറക്കെ പറ. അപ്പൊ യേശുവിനെ സ്വന്തമാക്കുക. റോമ 8:1 പറയാം, യേശുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുന്നവന് ശിക്ഷാവധിയില്ല. യോഹന്നാൻ പറയാം, യേശുവിനെ സ്വന്തമാക്കിയവന് ജീവൻ കിട്ടും, നിത്യജീവൻ കിട്ടും. ഞാനും നിങ്ങളും നമ്മുടെ കുർബാനയും ഈ ജ്ഞാനവും കൺവെൻഷനും ഒക്കെ എന്താ? യേശുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കാൻ, പാപം കണ്ടെത്തി അതുപേക്ഷിച്ച് വിശുദ്ധിയിൽ ജീവിച്ച് യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കണം, സ്വർഗം സ്വന്തമാക്കണം. ദൈവത്തോടു കൂടെ അനവരതം ആരാധനയോട് ചേർന്ന് ഒരു സ്തുതിയുടെ ജീവിതം നയിക്കാം, ഒരു ആരാധന ജീവിതം നയിക്കാം. നമ്മളെ പ്രാപ്തരാക്കാനാണ് സഭയിലൂടെ ധ്യാനങ്ങളും കൺവെൻഷനും കുമ്പസാരങ്ങളും 7 കൂദാശകളും ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഹല്ലേലൂയ. അടുത്ത വചനം പറയാം, അതിനാൽ വചനം പാലിക്കുക. നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരായിരിക്കും. യാക്കോബ് 1:22-23 വായിച്ച് എല്ലാവരും വായിക്കണം. യാക്കോബ് 1:22-23 വായിച്ച്. യാക്കോബ്, എന്റെ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരും ആയിരിക്കുകയും വചനം കേൾക്കുകയും അത് അനുവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ തന്റെ മുഖം കണ്ണാടിയിൽ കാണുന്ന മനുഷ്യൻ സദൃശനാണ്. വീണ്ടും പറയാം, യേശുവിന്റെ വചനം കേട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. അപ്പോസ്തലപ്രവർത്തനം 5-ാം അധ്യായം, അപ്പോസ്തലപ്രവർത്തനം 14-ാം അധ്യായത്തില് 17-21 വരെ ഗിരിപ്രഭാഷണം കാണാം. യേശുവിന്റെ കൂടെ വചനം കേട്ടു. 2 മീനും ഒരു ബാലന്റെ കയ്യിലുള്ളൂ. 200 ധനാരയ്ക്ക് മേടിച്ച പോലും തകയില്ല. കർത്താവ് കൊണ്ടുവരാൻ പറഞ്ഞു, കൊണ്ടുവന്നു. അത് വാങ്ങി ആശീർവദിച്ച് വിഭജിച്ച് കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ആത്മാവിന്റെ ഭക്ഷണമാകുന്ന വചനം മാത്രമല്ല ദൈവം നമുക്ക് നൽകുന്നത് ഈ ശരീരത്തിന് ആവശ്യമായ ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും ദൈവം നമുക്ക് തരും. ഹല്ലേലൂയ. കണ്ടോ, അവിടെ വചനം കേട്ട ജനത്തിന്റെ പേര് കർത്താവിന് അനുകമ്പ തോന്നി, അലിവ് തോന്നി. ഈശോ ഈ വഴിയിൽ പോടാന് തലചിറ്റ് വീഴും. ഈ ദിവസം വരെ ഇവർ എന്റെ കൂടെ വചനം കേട്ടിരിക്കുക. വചനം കേൾക്കുന്ന വ്യക്തിക്ക് വിശക്കില്ല, ദാരിദ്ര്യമില്ല, തളർച്ചയില്ല. അവന്റെ ബന്ധനങ്ങള് കെട്ടുകള് വിട്ടുപോകും. പക്ഷെ ഈ ശുശ്രൂഷ കഴിഞ്ഞ് നമ്മൾ പോകുന്നത് എവിടേക്കാ? ലോകത്തിലേക്കാ, അല്ലേ? നമ്മുടെ അനുദിന ജീവിതത്തിലേക്ക്. അപ്പൊ വിശപ്പും ക്ഷീണമൊക്കെ നമുക്ക് ചൂട് ഒക്കെ വരും. ഇത് ഈശോയ്ക്ക് അറിയാം. അതുകൊണ്ട് ആത്മീയ ഭക്ഷണം മാത്രം അവരാ ശരീരത്തിന്റെ ഭക്ഷണം കൊണ്ട് കൊടുക്കണം. അപ്പൊ ഈശോ ചെയ്തു, എന്തുണ്ട് നിങ്ങളുടെ കയ്യില്? 5 അപ്പവും 2 മീനും. അപ്പൊ ആര് ഭക്ഷണം കൊടുക്കണം? ആ ജനക്കൂട്ടത്തിന് ആര് ഭക്ഷണം കൊടുക്കണം? ആ ബാലൻ. ഞാൻ ചോദിക്കില്ല എന്നോട്, സിനോദിന് പേടി, ഞാൻ വരുന്ന തോന്നലാഴ്ച ചോദിച്ചാലോ എന്ന്. അപ്പൊ ഇവിടെ വരുന്ന ജനത്തിന് ഭക്ഷണം കൊടുക്കണം, വചനത്തിന്റെ ഭക്ഷണം കൊടുക്കണം. നല്ല ചോറോ കഞ്ഞിയോ ബ്രെഡോ കാപ്പിയോ ഉണ്ടല്ലേ? ഇത് കൊടുക്കണമെങ്കിൽ ഈ വികാരിച്ചു കൊണ്ടുവരോ, ആന്റണി കൊണ്ടുവരോ, സിനോജ് ഒട്ടും കൊണ്ടുവരില്ല. അവന് നല്ലതാരാ. അപ്പൊ ആരും ഉണ്ടല്ലോ, ആരും ഉണ്ടല്ലോ, കൊണ്ടുവരില്ലേ? ഞാൻ കൊടുക്കാം. നിങ്ങൾ ഓരോരുത്തരും വീട്ടിൽ നിന്ന് വരുമ്പോഴേ കർത്താവ് തന്ന സമ്പത്തിന്റെ 10% സമയത്തിന്റെ, ആരോഗ്യത്തിന്റെ, സമ്പത്തിന്റെ ആദ്യ ഫലങ്ങൾ പരിശുദ്ധ ദേവാലയത്തിൽ കൊണ്ടുവരണം. എന്താണ്? മലാക്കി 3 വചനം പറയാ, ദശാംശങ്ങളുടെ കലവറയിലേക്ക് കൊണ്ടുവരും. എന്റെ ആലയത്തിന് ഭക്ഷണം കൊണ്ടുവരട്ടെ. എന്താണ്? സ്വർഗ്ഗകവാടങ്ങൾ തുറന്ന് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കില്ലേ എന്ന് പരീക്ഷിച്ചു നോക്ക്. എന്താണ് ആലയത്തിലെ ഭക്ഷണം? 1 വിശുദ്ധ കുർബാന. അത് വീഞ്ഞ് തിരോസ് വേണം. അച്ഛൻ അകലേന്ന് വരണമെങ്കിൽ ഇന്ന് കാവിൽ തന്നെ വരുന്നു. വണ്ടി കാശൊക്കെ വേണം. വേണ്ടി മൈക്ക്, കറണ്ട്, സൗണ്ട്, അല്ലേ? പിന്നെ ഭക്ഷണങ്ങൾ പാകം ചെയ്യണം. ഇതിനൊക്കെ ചെലവില്ലേ? ഉണ്ടോ? ഈശോ ഇല്ലാവിൽ നിന്ന് ഒക്കെ സൃഷ്ടിച്ചെങ്കിലും 5 അപ്പവും മീനും എവിടെ നിർത്താൻ? ഒരു ബാലന്റെ കയ്യില് അവര് ഭക്ഷിക്കാനുള്ള ആകെ അപ്പവും മീനും മേടിച്ച് വിഭജിച്ചു കൊടുത്തേ. അപ്പൊ എന്റെയും നിങ്ങളുടെയും ചില്ലിക്കാശ് നമ്മുടെ ഉള്ളാവിൽ നിന്ന് ഉള്ളു നിറഞ്ഞ് കൊടുക്കുമ്പോൾ അതിനെയാണ് ദൈവം ആശീർവദിച്ച് ഈ അളവ്
അതുകൊണ്ട് ആൾക്കാർ വരട്ടെ. പല്ല് തെറിച്ച ആൾക്കാർ പല്ല് പുറക്കുന്ന തെക്കുന്ന പറഞ്ഞാലും ബസ് വിളിച്ചിവിടെ ആൾക്കാർ വന്നാൽ ആന്റണി എവിടുന്ന് ഭക്ഷണം കൊടുക്കും? പിടികിട്ടിയ. അപ്പൊ ഒന്ന് വിശുദ്ധ കുർബാന, വചന ശുശ്രൂഷ. അപ്പൊ ഒന്നാമത്തെ വർഷം വിശുദ്ധ കുർബാന, രണ്ടാമത്തെ വർഷം വചന ശുശ്രൂഷ, മൂന്നാമത്തെ ഭക്ഷണം എന്റെ രാജ്യത്തെ പാവപ്പെട്ടവർ ധാരാളമുണ്ട്, അവർക്ക് ഭക്ഷണം വേണം, വസ്ത്രം വേണം. ആരും കൊടുക്കും? ദൈവം തന്നവർ അതിൽ നിന്ന് കൊടുക്കണം. ക്ലിയർ ആയ? ഇപ്പൊ പറയുകയോടെ നാളെ മുതൽ വരുന്നില്ല ബ്രദറെ, നാളെ മുതല് ഈ ആന്റണി എന്നൊന്നും പറയരുതട്ടോ. ആൾക്കാര് 10-60 പേര് വരുന്നതാ ബ്രദറിന്റെ ക്ലാസ്സോട് കൂടി, വന്ന ആൾക്കാർ കൂടി ഇല്ല എന്ന് പറയിപ്പിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വചനം, യേശു വചനം കേട്ടവർക്ക് കൊടുത്തു. മത്തായി 14:17-21 കൊടുത്തോ? പരിശുദ്ധ പരമദിവികാരണത്തിന് യേശു അപ്പമായും രക്തമായും തന്നെ മുറിച്ചു കൊടുത്തു. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 22-21 വായിച്ച്. മർക്കോസ് 14:22-25 വായിച്ച്. ഇനി നമുക്ക് വിശുദ്ധ കുർബാനയാണ് വരാൻ പോകുന്നത്. ഞാൻ ഇവിടേക്ക് വരാൻ ഒരിക്കലും പറ്റാത്ത തരത്തിൽ അത്ര വേദന അനുഭവിച്ചിട്ടാണ് ഇരിക്കുന്നത്. എന്നെ ഒരാൾ ഇവിടേക്ക് കൊണ്ടുവന്നാക്കിയതാണ്. കാലിന് ഞാൻ ബെൽറ്റ് ഇട്ടിരിക്കുകയാണ്. 3 ദിവസമായിട്ട് എൻ്റെ കാലിങ്ങനെ വളയണ പോലെ ഒരു പ്രശ്നം കൂടി ഇപ്പോൾ ഉണ്ട്. ശക്തിയായ വേദന തുടങ്ങിയിട്ട് മുട്ട് തേമാനമാണ്. പക്ഷേ ഞാൻ കാസാലമ്മ വേറെ കാസാലമ്മ കാല് വെച്ചിട്ടാണ് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്. എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് പരിശുദ്ധ അമ്മയുടെ സന്നദ്ധിയിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് യേശുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ പൂർണ്ണ സൗഖ്യം കിട്ടുമെന്ന് എനിക്ക് ധൈര്യമുണ്ട്. പക്ഷേ മെനിഞ്ഞാന്ന് എനിക്ക് ദർശനത്തിൽ കാണിച്ചു, എന്തുകൊണ്ടാണ് അമ്മ ഇതെനിക്ക് മാറി കിട്ടാത്തത്, ഇത് എന്തുകൊണ്ടാണെന്നുള്ളത് എന്നൊന്ന് വെളിപ്പെടുത്തി തരണം. ഞാൻ പ്രാർത്ഥന കൂട്ടായ്മയിലുള്ള ഒരാളും കൂടിയാണ്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോ എന്നെ വെളിപ്പെടുത്തിയത്, ഈ കാണുന്ന ഈ കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇപ്രകാരം വേദന അനുഭവിച്ചത്, എന്തുകൊണ്ടാണ് എന്നെ ഇപ്രകാരം തല്ലിച്ചതച്ചത്. ഞാൻ അന്നങ്ങനെ തല്ലിച്ചതച്ച് വീണ്ടും മക്കളോടുകൂടി സക്രാരിയിൽ വീണ്ടും ഇരിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ നീചമായ പ്രവൃത്തികളും പുണ്യങ്ങളും കണ്ടുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെങ്കിൽ അത് നൽകുവാൻ വേണ്ടിയാണ്. ഇപ്പൊ ഞാൻ ഇത് പറഞ്ഞത് എൻ്റെ അനുഭവമാണ്. ഞാനിവിടെ ഇരുന്ന് വേദന അനുഭവിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ വേദനയ്ക്ക് വളരെയധികം കുറവുണ്ടെന്ന് ഞാൻ അടുത്ത മിനിറ്റില് ഇപ്പോൾ കൈ ഉയർത്തി അപ്പച്ചനോട് പ്രാർത്ഥിച്ചു. യേശുവിന്റെ മുറിവിലൂടെ കാൽമുട്ടുകൾ സുഖം പ്രാപിക്കട്ടെ, കടക്കാലുകൾ സുഖം പ്രാപിക്കട്ടെ, അസ്ഥികൾ സുഖം പ്രാപിക്കട്ടെ. യേശുവിന്റെ അറിയപ്പെടുന്ന യോഗ്യതയാൽ ഈ അപ്പച്ചൻ സൗഖ്യം പ്രാപിക്കട്ടെ. പൂർണ്ണ സൗഖ്യം ദൈവം തരുന്നുണ്ട്. വളരെ 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 വ്യത്യാസമുണ്ട്. വിശുദ്ധമായി സമർപ്പിക്കുക. കുറെ കാലങ്ങളായി എന്റെ വേദന മാറിയിട്ട് ഡോക്ടറെ കാണിച്ചിട്ട് മാറിയതായിരുന്നു. ഇപ്പൊ ഒരാഴ്ചയായിട്ട് വീണ്ടും വേദന ഭയങ്കരമായിട്ട് മുട്ടുക്കാൻ പറ്റിയിരുന്നില്ല. ഇപ്പൊ സൗഖ്യമായി. മുട്ടൂത്തി ചാടിയുണ്ടോ? ശിരസോണത്തിൽ മുട്ടൂത്തി ചാടി അന്തരീക്ഷോടാമത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ. ഒരു ചാട്ട മതി. എന്റെ പേര് ലിസി. എനിക്ക് കുറെ നാളായിട്ട് കാലിന്റെ മുട്ടില് ഭയങ്കര വേദന നീരുണ്ടായിരുന്നു. ഇപ്പൊ കാൽമുട്ട് വേദന പറഞ്ഞു. ഒന്നുകൂടി സ്തുതിച്ച് സ്തുതിച്ച്
മൈക്കടുപ്പിച്ച് വെക്കാം, പേര് പറയാം, എത്ര വർഷമായി, ഇപ്പൊ എങ്ങനെയാണ്? എൻ്റെ പേര് ട്രീസ. മാറ്റവിടവയിൽ വരുന്നു. എനിക്ക് 5-6 വർഷമായിട്ട് കാലിന് മുട്ടുവേദനയും വേരിക്കോസിന് ഭയങ്കര കടച്ചിലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, മുട്ടുകുത്തുകാനും ഒക്കെ. എന്നാലും ഞാൻ വേദന സഹിച്ച് നാട്ടിൽ മുട്ടുകുത്താറുണ്ട്. യേശുവി ധ്യാനത്തിൽ വെച്ചിട്ട് എനിക്ക് വളരെയധികം സൗഖ്യം തോന്നുന്നു. ഞാൻ തൈലത്തെ കുറിച്ചിട്ടാണ് ഇങ്ങനെ വന്നിരുന്നത്. യേശുവേ നന്ദി, 1000 നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, എൻ്റെ പേര് ബേബി. ഞാൻ ഒരു 6-7 മാസമായിട്ട് എനിക്ക് മുട്ടുകുത്താൻ പറ്റില്ല. പക്ഷെ പള്ളിയിൽ വന്നാൽ എനിക്ക് കസേരയിൽ ഇരിക്കുന്നവരെ കാണുമ്പോൾ ഭയങ്കര വിഷമാണ്. ഒന്ന് മുട്ട് കുത്തിക്കൂടായിരുന്നു. പക്ഷെ എനിക്കിത് വന്നപ്പോൾ അവരുടെ വിഷമം എനിക്ക് മനസ്സിലായി. പക്ഷെ ഇന്നും എനിക്ക് മുട്ട് കുത്താൻ പറ്റാണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ അന്ന് തൊട്ട് ഇന്ന് വരെ മുട്ട് കുത്തിയിട്ടില്ല. പക്ഷെ എനിക്കിപ്പോൾ പറ്റുമെന്ന് പൂർണ്ണ വിശ്വാസമാണ്. സാക്ഷ്യം പറഞ്ഞോളോ, സാക്ഷിയായി മാറട്ടെ. കടങ്കാലികൾ നസറായനായ യേശുനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. പേര് പറയാ, സ്ഥലം പറയാ. എനിക്ക് കുറച്ച് നാളുകളായി എൻ്റെ കാലിൽ ഉപ്പിട്ടിട്ട് മോളിൽ കണ്ടിട്ടൊരു വേദനയായിരുന്നു. ചൊണ്ടിട്ടാണ് ഞാൻ പള്ളിയിലേക്ക് വരുന്നത്. പക്ഷെ കുർബാന മുടക്കി ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ, കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ, അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. യേശുവിനെ ഏകരക്ഷകനെ, യേശുവിനെ കർത്താവിനെ വിശ്വസിക്കാം. യേശുവിനെ സത്യസുവിശേഷത്തെ നോക്കി പാർക്കാം. യേശുവിനെ വരുന്നവനെ ആരാധിക്കാം. യേശുവിനെ അധികാരം
ഹല്ലേലൂയ 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 സ്വയേ സ്തുതി യേശുനാമമേ സ്വർഗീയ നാമമേ യേശുനാമമേ ഈശോനാമത്തിൽ കലക്കാരികൾ സുഖം പ്രാപിക്കട്ടെ. ഒന്ന് പത്രോസിന്റെ സൗഖ്യം, സമ്പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ. നാമമേ രക്ഷാനാമമേ ഇപ്പൊ സൗണ്ട് കേട്ടിട്ടില്ല. ഞാൻ അവിടെ പോയി ഭക്ഷണം വീരാട്ടൊന്നും പോയില്ല. വേദന ഇല്ല. ഈശോനാമത്തിൽ മുട്ടുകുത്തി അർത്ഥം. ഈശോനാമത്തിൽ മുട്ടുകുത്തി ഇരിക്കുക. പതുക്കെ മുട്ടുകുത്തുക. ഈശോയ്ക്ക് കാഴ്ചവെച്ചിട്ട് ചാടി നിൽക്കാം. പതുക്കെ എഴുന്നേൽക്കുക. കാലക്കൊന്ന് പറയും. ഇവിടുന്ന് അറ്റമരോട് ഈശോനാമത്തിൽ അറ്റമരോട് അത്ഭുത സൗഖ്യം ഉണ്ടാകട്ടെ, വിടുതലുണ്ടാകട്ടെ. കയ്യടിച്ച് കത്താരെ മാറ്റപ്പെടുത്ത്. എൻ്റെ പരിധി ഭയങ്കര വേദന ബാധിക്കാക്കാൻ പറ്റും. വേദന ഇപ്പം വേദന കാണാനില്ല. ഹല്ലേലൂയ വേദനയില്ല. ഇല്ല ഇല്ല. ഹല്ലേലൂയ. എന്റെ പേര് ലിസി. ഞാൻ ചിറ്റാട്ടേനെ ഇടയിൽ വരുന്നു. എനിക്ക് കഴുത്തുവേദനയും ഷോൾഡറുണ്ടായിരുന്നു. ഇപ്പോ സാർ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കുറവ് പോലെ തോന്നുന്നു. കൈയടിച്ച് പൂർണ്ണ സൗഖ്യം ഈശോ തരുന്നത്. ക്ഷമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഈശോ കഴുത്ത് തിരിഞ്ഞ് കാണിച്ച ചേച്ചി വിശ്വസിച്ചിട്ട് പൂർണ്ണ സൗഖ്യം ഈശോ തരാൻ ആഗ്രഹിക്കും. കഴുത്ത് തിരിഞ്ഞാക്കി എന്നെ നോക്കി എന്റെ സൗന്ദര്യം നോക്കി ഫ്രീ ആക്കി ഓർമ്മക്കി ഈശോയുടെ നാമത്തിൽ അടിച്ച് കൈയടിച്ച് കർത്താവിനോട്ട് കാൽമുട്ടുകൾ വേദന, കാലിന്റെ ഇവിടെ നിങ്ങളുടെ വേദന കണപ്പ്, കാലിന്റെ കണ്ണിയാകാം മുട്ടാകാം, അങ്ങനെയുള്ളവരെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് കടകാലുകൾക്ക് തൊടയിലവിടെ താഴേക്ക് കടക്കുക, മുട്ടുവേദന വരിക, കാൽപാദങ്ങള് വേദന മണ്ണുവെപ്പ്. അതുകൊണ്ട് ഇനി കരഞ്ഞിരിക്കേണ്ടത് പിന്നെന്നിട്ട് പുറപ്പാട് പുസ്തകത്തിൽ 15-26 വാക്യം പറയുന്നത് എന്ത്? ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. അങ്ങനെയല്ല എടി. അപ്പൊ എന്റെ കാലുവേലും പോവോ? ഓടി ഈശോ തൊട്ടാല് നിന്റെ കാലുവേലൊക്കെ പോകും. പിന്നെന്താ പറഞ്ഞേ? എടി ജനമേ 31:9 വാക്യത്തിൽ കേട്ടു. അവർ എന്റെ അടുക്ക കണ്ണീരോടെ വരുന്നത്, ഞാൻ അവരെ സന്തോഷത്തോടെ പറഞ്ഞേക്കും. അതെടി മോളെ, ഞാൻ ഒരുപാട് സങ്കടവും ഭാരവും കെട്ടിയാൻ മരിച്ചതിന്റെയും പേരക്കടാനോ നോക്കണേന്റെയും നോക്കാത്തതിന്റെ ഒക്കെ സങ്കടമായിട്ടാണ് ആ ഡിവൈനിൽ ചെന്നത്. കർത്താവ് പറയാ, നിന്റെ കണ്ണുനീരോട് നീ വരൂ, ഞാൻ നിന്നെ സന്തോഷത്തോടെ പറഞ്ഞയക്കും. എന്നിട്ട് പറയാ, നീ കരച്ചിലൊക്കെ നിർത്തി കണ്ണീര് തുടങ്ങുക, നിന്റെ യാതനകൾക്ക് എന്റെ പേര് അനിത. എനിക്ക് 2 പ്രാവശ്യം കുമ്പിട്ടപ്പോ എനിക്ക് വേദന ഉണ്ടായിരുന്നു. 3-ാമത്തെ പ്രാവശ്യം കുമ്പിട്ടിട്ട് അങ്ങോട്ട് ഷോൾഡർ തിരിച്ചപ്പോ 1 മിനിറ്റ് വന്നപ്പോ എനിക്ക് വേദന ഉണ്ടായി. പേര് ജെസ്സി. എനിക്ക് വേദന കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് തീരില്ല. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. തന്റെ വചനത്തിൽ അഭിലാഷം അർപ്പിക്കുന്നവര് ജ്ഞാനം കിട്ടും. വചനത്തിന് തീവ്രമായ ഒരു ആഗ്രഹം, ഒരു തീഷ്ണത, ഒരു ജ്വലനം, ഒരു കൊതി എനിക്കുണ്ട്. സങ്കീർത്തനം 119:9. അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. സങ്കീർത്തനം 119:1. എന്താ ചെയ്യണ്ടേ? വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന വ്യക്തി പാപം ചെയ്യാൻ ഇടയാകുകയില്ല. ഒന്ന് വായിച്ചേ. സങ്കീർത്തനം
19 വചനം 1-11 വായിച്ച്. ഉടമ്പടിയുടേതുമായ എന്റെ രക്തമാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിൽ ഞാൻ ഇത് നവമായി പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഇനി ഞാൻ കുടിക്കുകയില്ല. ഏറ്റവും വലിയ രോഗസൗഖ്യം ആത്മാവിനും ശരീരത്തിനും മനസ്സിനും നൽകുന്നത് വിശുദ്ധ കുർബാനയിലൂടെയാണ്. എന്റെ കൊച്ചുറിയെ മാനസിക രോഗിയായിരുന്നു കേട്ടോ. കല്യാണം കഴിഞ്ഞ 3-ാം ദിവസം തൊട്ട് കാക്കനാട് വെങ്കടാശുപത്രി കൈകാലം കെട്ടിയിട്ടുള്ള അവർക്ക് കൊടുത്ത ഏറ്റവും വലിയ മരുന്ന് വിശുദ്ധ കുർബാനയും പരിശുദ്ധ ജപമാലയും ഈ വചനം വെച്ചുള്ള സ്തുതിപ്പുമാണ്. ഹല്ലേലൂയ. എന്റെ ഭാര്യ ഇപ്പൊ സ്വർഗത്തിലാണ് കേട്ടോ. ക്യാൻസർ വന്ന് ഏകദേശം 5-6 വർഷം. ഈ ഒക്ടോബർ 31 4 വർഷവും 3 മാസത്തോളം ഒറ്റ ദിവസം മുടക്കമില്ലാതെ 14 ദിവസം പോലും എന്റെ സ്കൂട്ടറില് എന്റെ പ്രിയപ്പെട്ട കൊച്ചനും വികാരിച്ചനും വന്ന് കുർബാനയ്ക്ക് എന്റെ കൊച്ചുരേസിക്ക് മുടങ്ങാതെ കൊടുത്തു. 3 മാസം വിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ടാണ് അവള് അങ്ങനെ സൗഖ്യം പ്രാപിച്ചു. പിന്നീട് അറ്റാക്ക് വന്ന് സ്വർഗത്തിലേക്ക് പോയി. ഹല്ലേലൂയ. വിശുദ്ധ കുർബാനയാണ് ഈ ലോകത്തെ സ്വർഗത്തിലെ അച്ചാരമാണ് വിശുദ്ധ കുർബാന. സ്വർഗത്തിലെ ഭക്ഷണത്തിന്റെ അച്ചാരമാണ്, മുന്നാസ്വാദനമാണ് വിശുദ്ധ കുർബാന. അതുകൊണ്ട് ആഗ്രഹത്തോടെ, യോഗ്യതയോടെ, ആത്മാവിന്റെ വിശുദ്ധിയോടെ, ശരീരത്തിന്റെ വിശുദ്ധിയോടെ, വലിയ കൊതിയോടെ വേണം ഓരോ വിശുദ്ധ കുർബാനയ്ക്കും നമ്മൾ കടന്നു വരാൻ. അച്ഛനല്ല ബലിയർപ്പിക്കുന്നത്, ക്രിസ്തുവാണ്. അച്ഛൻ കുർബാന തുടങ്ങി കുറച്ച് കഴിയുമ്പോ ഒരു ബൈബിളിൽ മുഖം മറച്ച് ഇങ്ങനെ കൊണ്ടുവരുന്നില്ലേ, ആ നിമിഷം മുതൽ അവിടെ ആരാണ് ബലിയർപ്പിക്കുന്നത്? ക്രിസ്തുവാണ്. യേശു നിനക്ക് വേണ്ടി തന്നെ മുറിച്ച് പിച്ച് ചിരിച്ചിരിക്കുക. നിന്റെ പാപമോചനത്തിന് വേണ്ടി, നിന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി, നിന്റെ സൗഖ്യത്തിന് വേണ്ടി, എന്നെ നിന്നെ ഒപ്പമാകാൻ വേണ്ടി പരമപരിശുദ്ധനായ കർത്താവ് സ്വർഗ്ഗത്തിൽ ഇറങ്ങി നമ്മുടെ ഒപ്പമാകാൻ അപ്പമായി മാറി ചെറുതായി 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 ഇതാ എത്തി നിന്റെ ഹൃദയത്തിലേക്ക് വരുന്നു. ഈ ഭഗവാനമായ വിശുദ്ധ കുർബാന നീ മുടക്കരുത്. ഹല്ലേലൂയ. 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 ദൈവത്തെ സ്തുതിച്ച് വിശുദ്ധ കുർബാനയോട് സ്തുതിച്ച് ഇന്ന് ബലിയർപ്പിക്കുന്ന പുരോഹിതനോട് സ്തുതിച്ച് ഇന്നത്തെ വിശുദ്ധ കുർബാനയില് വലിയ അഭിഷേകം, വലിയ വിടുതല്, സൗഖ്യത്തിന് നീ ചുമയുന്നു. ഇത്ര സ്നേഹിക്കാനെന്തു വേണം. ഉപവസിക്കേണ്ടത്, നോമ്പ് നിൽക്കുന്നത് എന്തിനാ? നിത്യ ജീവൻ സ്വന്തമാക്കാൻ, യേശുവിനെ സ്വന്തമാക്കാൻ. എന്റെ മക്കള്, മരുമക്കള്, എന്റെ കുടുംബാംഗങ്ങള്, എന്റെ ഭർത്താവ്, എന്റെ ബന്ധുക്കള്, എന്റെ തലമുറകള് നിത്യജീവൻ സ്വന്തമാക്കണം. എന്റെ അയൽവാസികൾ, എന്റെ ദേശത്തെ നിത്യജീവനിലേക്ക് ഞാൻ നയിക്കുവാൻ വിളിക്കപ്പെട്ട ശുശ്രൂഷകരാണ് നിങ്ങൾ ഓരോ. അപ്പോസ്തലന്മാർ 5:17 നിങ്ങൾ നവജീവന്റെ സുവിശേഷം പോയി പ്രഘോഷിക്കാനാണ് നിങ്ങളെ മറ്റം വല്യപള്ളിയിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഈശോ എന്നോട് പറഞ്ഞത്. അതനുസരിച്ചാണ് ഞാൻ ഇവിടെ പ്രഘോഷിക്കുന്നത്. ഈ കേട്ട വചനം ജീവിച്ചുകൊണ്ട് നിങ്ങൾ പോയി പ്രഘോഷിക്കണം. മർക്കോസിന്റെ സുവിശേഷം 16 15 മുതൽ 18 വരെ ഒന്ന് വായിച്ച്. മർക്കോസ് 15 16 18. മർക്കോസ് 16 15 മുതൽ 18 വരെ എല്ലാവരും. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരോടുകൂടി അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എന്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായി എന്ത് പിടിച്ചാലും അവർ അതവരെ ഉപദ്രവിക്കുകയില്ല. അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. ഇന്ന് ഇവിടെ നടന്നോ? ഇന്ന് ഇവിടെ ഈ വചനം മാംസം ധരിച്ചോ? കണ്ടോ? കൈവർത്തി. അപ്പൊ ഇവിടെ ക്രിസ്തു ഉണ്ടോ? 2000 വർഷം പറഞ്ഞ വചനം ജീവനുള്ള ദൈവത്തിന്റെ വാക്കാണോ? അത് ദൈവമാണോ? അപ്പൊ നിങ്ങൾ ഈ വചനം വെച്ച് പ്രാർത്ഥിച്ചാൽ അത് സംഭവിക്കും.
കിട്ടിയേ അല്ലേ? നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുന്നില്ല. അടുത്ത വചനം നോക്കിയേ, റോമ 10:14-17 വരെ വായിച്ച. റോമ 10:14-17 എടുത്ത് എല്ലാവരും കിട്ടിയ സമയം കൂടും. റോമ 10:14 മുതൽ 17 വരെ. ഇതിങ്ങനെ നിങ്ങളോട് വായിക്കാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാനും പുസ്തകത്തിൽ വരയ്ക്കാനും എഴുതാനും നിങ്ങളുടെ ഉള്ളിൽ പതിയാണ്. എനിക്ക് പറഞ്ഞു പോകാൻ അറിയാത്തത് കൊണ്ടല്ല. മനസ്സിലാവുന്നുണ്ടോ? വായിച്ച് റോമ 10:15-17. എന്നാൽ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗകനില്ലാതെ എങ്ങനെ കേൾക്കും? ഐക്യപ്പെടുത്തിപ്പെട്ടിരുന്നില്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കും? സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം എന്നാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പൊ സുവിശേഷം പ്രഘോഷിക്കുന്ന ഞാൻ ഈ വിശ്വസിച്ചത്, ഞാൻ കണ്ടത്, കേട്ടത്, അനുഭവിച്ചത് മറ്റുള്ളവർക്ക് പറയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കണമേലെ പരിശുദ്ധാത്മാവ് അവിടെയാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തി ഉണ്ടാകുന്നത്. അപ്പോസ്തലർ 4:14 പത്രോസ് വചനം പറഞ്ഞപ്പോ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് നിറഞ്ഞു. പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ അത്ഭുതങ്ങൾ ഉണ്ടാകും, അടയാളങ്ങളുണ്ടാവും, രോഗശാന്തി ഉണ്ടാവും, പിശാചുകൾ വിട്ടുപോകും. പത്രോസ് നടന്നു പോയപ്പോൾ പത്രോസിന്റെ നിഴൽ തട്ടി അന്നവസ്ത്രം കൊണ്ട് രോഗിയെ പൊടിച്ചപ്പോൾ രോഗിയിൽ നിന്ന് പിശാചുകൾ വിട്ടുപോയി. രോഗിയെ പ്രാപിച്ചു. 2000 വർഷങ്ങൾക്ക് മുമ്പ് മാത്രമല്ല, നിങ്ങളുടെ അത്താരിൽ നിങ്ങളുടെ വികാരിച്ചൻ വചനം പറയുമ്പോൾ ഇത് സംഭവിക്കുന്നു. കാരണം വികാരിച്ചൻ പത്രോസിലൂടെ കൈവെപ്പ് പ്രാർത്ഥനയിലൂടെ അധികാരം നൽകപ്പെട്ടവനാ. എനിക്ക് പാപമോചിക്കാൻ സ്വർഗത്തിൽ ഈശോയെ ഭൂമിയിൽ ഇറക്കിക്കൊണ്ടുവരാനുള്ള അധികാരമില്ല. നിങ്ങൾ ആരുടെ പാപം ബന്ധിക്കുന്നുവോ അത് സ്വർഗത്തിൽ ബന്ധിക്കപ്പെടും. നിങ്ങൾ ആരുടെ പാപം അഴിക്കുന്നുവോ അത് സ്വർഗത്തിൽ അഴിക്കപ്പെടും. അത് സഭയിലൂടെ ഒരു പുരോഹിതന് കൈവപ്പ് പ്രാർത്ഥന വഴി മെത്രാൻ വഴി കൊടുക്കുന്ന ഒരു വർഷം കൂടുമ്പോൾ അത് പുതുക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ നിന്റെ വികാരിച്ചൻ, നിന്റെ കൊച്ചൻ നിനക്ക് വേണ്ടി യേശുനാമത്തിൽ മധ്യസ്ഥം വഹിക്കുമ്പോ സ്വർഗം തുറന്നിറങ്ങി വരൂ. തിരിച്ചറിയൊന്നല്ല, അത്താരിൽ നിന്ന് നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന പുരോഹിതൻ അഹരോനോട് ദൈവം പറഞ്ഞു, മോശയോട് പറഞ്ഞു, മോശേ നീ ഞാനും മുഖാമുഖം സംസാരിക്കും. ഞാൻ നിന്നോട് സംസാരിക്കുന്നത് നീ അഹരോനോട് പറയണം. അഹരോൻ ജനത്തോട് സംസാരിക്കണം. ദൈവത്തിൽ നിന്നും ജനത്തിന് വഴി മധ്യസ്ഥം വഹിക്കാൻ ദൈവം തെരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യപ്പെട്ടവനാണ് വിക്കനായ കുറവുള്ള മോശ. ആ മോശയുടെ പ്രതീകങ്ങളാണ് പുതിയ നിയമത്തിൽ ആർപ്പാപ തൊട്ട് ഓരോ വൈദികനും. ഈ വൈദികൻ കുർബാനയില് ഈ കരമുയർത്തി ഒരു നിമിഷം ഇടവക ജന അവർക്കെതിരെ പുനർക്കാനും കുറ്റമതിക്കാനും പോകരുത്. തലമുറ നശിച്ചു പോകും. മാരാരോഗങ്ങൾ കൊണ്ടുവരും. നിന്റെ വൈദികന് വേണ്ടി നിന്റെ കുടുംബത്തിൽ മുട്ടുകുത്തി കൈവരുക്കി ബലിയർപ്പണി പ്രാർത്ഥിക്കേ. സംഗീത പുസ്തകം 12-ാം അധ്യായം മിരിയാമും അഹരോനും മോശയ്ക്കെതിരെ പിറുപിറുത്തു. ഒന്ന് വായിച്ചേ. എന്താണ് അഹരോനും മിരിയാമും മോശയ്ക്കെതിരെ പിറുപിറുത്തപ്പോൾ എന്തുണ്ടായി? മിരിയാമും കുഷ്ഠരോഗിയായി മാറി. അഹരോൻ വന്ന് മോശയോട് പ്രാർത്ഥിച്ചു. എന്റെ പ്രിയ ജനമേ, മോശ മിരിയാമിന് വേണ്ടി ദൈവത്തോട് നിലവിളിച്ചു പ്രാർത്ഥിച്ചു. അവളുടെ കുഷ്ഠം വിട്ടുപോയി. ഇതാ ജനത്തിന് വേണ്ടി, പാപമോചനത്തിന് വേണ്ടി, രോഗസൗഖ്യത്തിന് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ ദൈവം തെരഞ്ഞെടുക്കപ്പെട്ടവനാണ് പുരോഹിതൻ. കർത്താവ് ഉടനെ തന്നെ മോശയോടും അഹ്റോനോടും മിരിയാമിനോടും എന്റെ പ്രവാചകനെ കല ഉയർത്തിയിട്ട് ആർക്കാണ് എന്റെ മുമ്പിൽ നിർദോഷിയായിരിക്കാൻ പറ്റുക? അതുകൊണ്ട് മുട്ടുകുത്തി കൈവിരിച്ച് അവരോട് ക്ഷമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം. ഒരു സമറിയാക്കാരി ഉണ്ടായിരുന്നു. അവള് പാപിനിയായ സ്ത്രീയായിരുന്നു. പക്ഷേ കർത്താവിന് അവളെ കുറിച്ചൊരു
ചിന്തയുണ്ട്. ഹല്ലേലൂയ. വിളിക്കുന്ന ഓരോ മക്കൾക്കും നിന്റെ വഴക്കാടിയായ ഭർത്താവിനെ, വഴക്കാടിയായ ഭാര്യയെ, ദൂർത്തുപുത്രനായ മോനെ, മോളെ, അമ്മായപ്പൻ, ഉമ്മായപ്പനെയൊക്കെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. റോമർ 8:22 പറയില്ലേ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും അവിടുത്തെ പദ്ധതികൾ വിളിക്കപ്പെടും. എല്ലാ നന്മയായി മാറും. തിന്മയിൽ നിന്ന് പോലും നന്മയിലോക്കാൻ കർത്താവിന് പറ്റും. അതുകൊണ്ട് ആരെ എഴുതി തന്നത്? സമറിയാക്കാരി ഈശോയുടെ മോള, ഈശോയുടെ മോള, ദൈവമായ സാദൃശ്യ ജീവൻ നൽകിയ ദൈവത്തിന്റെ പൊന്നാമനി അവള് നശിച്ചു പോകാൻ കർത്താവ് ആഗ്രഹിച്ചില്ല. ഇതാ തൊട്ടു നേരത്തെ യാക്കോബിന്റെ കിണറിലേക്ക് അവൾ വന്നു. ഈശോ വന്നിരുന്നു. അവളോട് വെള്ളം കുടിക്കാൻ ചോദിച്ചു. അവള് പറഞ്ഞു, നീ യഹൂദൻ, ഞാൻ സമറിയാക്കാരി, അയിത്തമുണ്ട്. വെള്ളം ചോദിച്ചു ആരാണെന്ന് അറിഞ്ഞെങ്കിൽ നീ അവരോട് വെള്ളം ചോദിക്കും. അവൻ തന്നെ വെള്ളം കുടിച്ചാൽ നിനക്കൊരിക്കലും ദാഹിക്കില്ല. ആ വെള്ളം കുറച്ച് പറഞ്ഞു, വെള്ളമൊക്കെ തരാം, നീ പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചോളൂ. ഓ ഭാര്യയെ, നിന്റെ ഭർത്താവിനെ, നിന്റെ മക്കളെ, നിന്റെ മരുമക്കളെ, അമ്മായിപ്പനെ, നിന്റെ അയൽവാസികളെ ഈ വചന കൂടാരത്തിലേക്ക് അടുത്ത ആഴ്ച വരുമ്പോ വിളിച്ചു കൊണ്ടുപോവാ. ആരെങ്കിലും ഒരാൾ ദൈവത്തിന് അകന്നു പോയാൽ വേറൊരുവർ അവനെ തിരിച്ചു കൊണ്ടുവന്നാൽ കൊണ്ടുവരുന്ന ആളുടെ നിരവധി പാപം ക്ഷമിക്കപ്പെടും. വരുന്ന ആളുടെ പാപം, കൊണ്ടുവരുന്ന ആളുടെ നിരവധി പാപം ക്ഷമിക്കപ്പെടും. സമറിയാക്കാരി പാപത്തിന്റെ നൈമിഷിക കൂട്ടം അവിടെ വെച്ചു. സമറിയ ദേശത്തേക്ക് പോയി അവിടെ ഇടപഴകി എല്ലാവരോടും പറഞ്ഞു, എന്തെല്ലാ കാര്യങ്ങളും പറഞ്ഞ ദൈവത്തെ, യേശുവിനെ ഞാൻ കണ്ടതും കേട്ടതും അവൻ പറഞ്ഞു. അവരെല്ലാവരും യേശുവിന്റെ അടുക്കിലേക്ക് വന്നു. സമറിയ ദേശം യേശുവിന്റെ അടുക്കൽ നിന്ന് യേശുവിൽ വിശ്വസിച്ചു. സ്ത്രീയെ, നീ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ വന്നത്. ഇനി നിന്റെ സാക്ഷ്യം, സനോജ്, നിന്റെ സാക്ഷ്യം ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾ നേരിട്ട് കണ്ടു, കേട്ടു. അവർ യേശുവിനെ സ്വന്തമാക്കി. നീ പങ്കുവയ്ക്കാത്തത് കൊണ്ട്, നീ പ്രഘോഷിക്കാത്തതുകൊണ്ട്, നീ ഷെയർ ചെയ്യാത്തതുകൊണ്ട് അനേകര് നിന്റെ കുടുംബത്തിലെ അയൽബന്ധങ്ങളിലെ ബന്ധുമിത്രാദികൾ യേശുവിനെ അറിയാതെ, അനുഭവിക്കാതെ, സൗഖ്യം പ്രാപിക്കാതെ ഇരിക്കുന്നുണ്ട്. ഈ സദ്വാർത്ത, ഈ നവജീവൻ പോയി പ്രഘോഷിക്കുക. കണ്ടോ, ഇതാണ് പ്രേക്ഷിത ദൗത്യം, ഇതാണ് സുവിശേഷ പ്രഘോഷം, ഇതാണ് ക്രിസ്തുവിനെ ജീവിക്കൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശയ്യ 6:8 ഒന്ന് വായിച്ച്. യേശയ്യയുടെ പുസ്തകം 6:8. പോവുക. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ, എന്നെ അയച്ചാൽ. അവിടെ അരുളി ചെയ്തു, പോകുക, ഈ ജനത്തോട് പറയുക, നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കും, മനസ്സിലാക്കുകയില്ല. നിങ്ങൾ വീണ്ടും വീണ്ടും കാണും, ഗ്രഹിക്കുകയില്ല. അവർ കണ്ണുകൊണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും അങ്ങനെ മാനസാന്തരപ്പെട്ട് സൗഖ്യം പ്രാപിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിനെ അവിടെ ഹൃദയങ്ങളെ കഠിനമാക്കുകയും ചെവികളെ മന്ദീഭവിപ്പിക്കുകയും കണ്ണുകളെ അന്ധമാക്കുകയും ചെയ്യുക. കർത്താവ്, ഇത് എത്ര നാളത്തേക്കെന്ന് ഞാൻ ചോദിച്ചു. അവിടെ അരുളി ചെയ്തു, നഗരങ്ങൾ ജനവാസമില്ലാതെയും ഭവനങ്ങൾ ആൾപ്പാർപ്പിടമില്ലാതെയും ശൂന്യമായി ദേശം മുഴുവൻ വിജനമായി തീരുന്നത് വരെ. ഇവിടെ യേശയ്യ പറയുന്നുണ്ട്, ആരോഗ്യം പാരമ്പര്യമൊന്നും കർത്താവ് നോക്കില്ല. യേശു തന്റെ തിരുരക്തം കൊണ്ട് പഴയ നിയമത്തിൽ കെരൂബ്, മാലാഖമാര്, കൊടില്, പുതിയ നിയമത്തിൽ പുരോഹിതൻ, കൊടില്, കയ്യിൽ അഗ്നി, പുതിയ നിയമത്തിൽ വിശുദ്ധ കുർബാന അതരത്തിൽ നാവിൽ വെച്ചു തരുന്നു. കാരണം എന്റെ വചനം അഗ്നി പോലെ പറയുന്ന നിൽക്കുന്ന കൂടം പോലെ ശക്തമാണ്. അതരത്തെ വിശദീകരിച്ചു, വചനം വെച്ചു കൊടുത്തു. പിന്നീട് യേശയ്യ വലിയ പ്രവാചകനായി തീർന്നു. ഇന്ന് ഈ ദൗത്യം ഈ പള്ളിയിലിരിക്കുന്ന എല്ലാവർക്കും ദൈവം തരികയാണ്. ഈ ക്രിസ്തുവിന്റെ വചനം പഠിച്ച് ഇത് ജീവിച്ച് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. ഈ ദേശത്തെ വളർത്തുവാൻ ഇത് വലിയ തീർത്ഥകേന്ദ്രമായി മാറാൻ നിങ്ങളെയാണ് ദൈവം അന്ന് 12 ശിഷ്യന്മാരെ 72 പേരെ തെരഞ്ഞെടുത്തുവെങ്കിൽ ഈ ചെറിയ അജഗണത്തെ ഈ ദേശത്തിന്റെ മനസ്സാന്തരത്തിന് വേണ്ടി മുട്ടുകുത്തി കൈവരിക്കാനായിട്ട്, പരിഹാര പ്രാർത്ഥന നടത്താനായിട്ട് ദൈവം സമ്പത്തെടുത്ത് സുവിശേഷം ചെയ്ത് അനേകരുടെ രക്ഷയിലേക്ക് മനസ്സാന്തരത്തിലേക്ക് നിങ്ങളെയാണ്, എന്നെയാണ്, ഈ സനോജിനെയാണ് തെരഞ്ഞെടുത്തത്.
വിളിച്ചത്. എപ്പോ വിളിച്ചാലും നിന്റെ വീട്ടിലാണെങ്കിലും കുടുംബ പ്രാർത്ഥനയിൽ ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങൾക്ക് ഇത്ര ദൗത്യം അപ്പൊ നിങ്ങൾക്ക് എന്തായിരിക്കും? ചേട്ട ക്യാമറ പിടിക്കുന്ന ചേട്ട കാര്യം മനസ്സിലായ ഈ ചേട്ടൻ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച വീണ്ടും യോഹന്നാൻ 6:46-59 6:47-59 വായിച്ചേ. 47 സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ജീവന്റെ അപ്പമാണ്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എന്റെ ശരീരമാണ്. ഇതേപറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. തന്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തീരാൻ ഇവൻ എങ്ങനെ കഴിയുമെന്ന് അവർ ചോദിച്ചു. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എന്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. വിശുദ്ധ കുർബാനയുടെ എന്റെ അനുഭവം പറഞ്ഞ ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ തീരില്ല. ഇപ്പൊ തന്നെ അദ്ദേഹം എന്നോട് ഇടയ്ക്കിടയ്ക്ക് കണ്ണൂരിൽ നോക്കുന്നുണ്ട്. ബ്രദറെ ഏറെക്കുറെ സമയമായി, ഇനി അധികം പ്രസംഗം കൊണ്ട് നശിപ്പിക്കരുത് കേട്ടോ എന്ന് പുള്ളി നോക്കണേ. ഞാൻ കൃത്യസമയത്ത് നിർത്തും, പേടിക്കേണ്ട. പുള്ളിക്ക് വെച്ചോടിയേ, ആൾക്ക് വെച്ചോടിയാണ് സംഭവം. അപ്പൊ അടുത്തത് വലിയ നല്ല രീതിയിൽ ലഘുഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നാ കേൾക്കണേ. ഇന്ന് ശനിയാഴ്ചയല്ലേ അല്ലെ? ഇന്നലെ അപ്പൊ നമുക്ക് കര ഉയർത്തി കർത്താവ് നിങ്ങളുടെ കയ്യിൽ വെച്ചിരിക്കുന്ന ദൈവം തന്നതിനനുസരിച്ച് കൊടുക്കണേണ്ട. എന്റെ ഭാര്യയുടെ കാതില് ആകൊരു കമ്മൽ ഉണ്ടാക്കരുത്. ഞാൻ പറഞ്ഞോട്ടെ, ആകൊരു കമ്മൽ ഉണ്ടായിരുന്നു. ഇടവയിലൊരു കൺവെൻഷൻ വന്നു, പാത്രകാഴ്ചയുടെ കാര്യം കൊടുത്തു, ശാന്തോടങ്ങളുടെ കാര്യം കൊടുത്തു. അപ്പൊ എന്റെ കയ്യിലൊന്നുമില്ല. ഇപ്പൊ ഞാൻ എന്റെ മനസ്സിലോർത്തു, എന്റെ പാപം കൊച്ചു ദേശയുടെ കാതില് ഒരു കമ്മലുണ്ട്, അതഴിച്ച് അത് ഇടാൻ പറയാന്ന് വിചാരിച്ചിട്ട് ഞാൻ ആണുങ്ങളെ വശത്ത് ഫ്രണ്ടിലൂടെ ഇങ്ങനെ നടന്ന് ഫ്രണ്ടിൽ ആണവാദത്താണ് എത്തി. എന്റെ പാപം കൊച്ചു ഞാൻ പറയാതെ കമ്മലടിച്ച് കയ്യിൽ പിടിച്ചിട്ട് എന്നോട് ചോദിച്ചിട്ട് അതിലിടാൻ കൊണ്ടുവരാം. ഞാനിത് പറഞ്ഞപ്പോ അവള് പറയാ, ചേട്ടാ ഞാനിത് എനിക്ക് ചിന്ത കെട്ടിയിട്ട് കയ്യിൽ പിടിച്ചിട്ടുണ്ട്, ചേട്ടന്റെ അനുവാദത്തിന് വേണ്ടി കാത്തിരിക്കുന്നു, ഇട്ടോടി അവളിട്ടു. ഞാൻ തിരിച്ചു നടന്നപ്പോ കർത്താവ് ഇടവർഗീസ് ആ പാവം പെണ്ണിന്റെ കാതില് ആകെ ഒരു പൊട്ടരിയുള്ളതല്ലേ, അവിടെ കാത് പറിക്കാൻ നിന്നോട് ആരെ പറഞ്ഞു, നിനക്കുള്ളത് ഇട്ടൂടി. കർത്താവ് എനിക്കൊന്നുമില്ലല്ലോ. അപ്പഴാ എന്റെ 2 കുട്ടികളെ സ്കൂളിലേക്ക് മുന്നിലെത്തിക്കൊണ്ടാണ് എന്റെ അനിയൻ മേടിച്ചത് ഒരു പുതിയ സൈക്കിളുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി. ഞാൻ കൈക്കാരന്മാരോട് പറഞ്ഞു, ചേട്ടാ ഈ സൈക്കിളിൽ എല്ലാം ചെയ്ത് കൺവെൻഷന്റെ ചെലവിലേക്ക് എടുത്തോളൂ പറഞ്ഞു. ഞാനിത് കഴിഞ്ഞ സോമിലേക്ക് വന്നപ്പോ എന്റെ വികാരിച്ച വർഗീസ് പാട്ടാടച്ചൻ സെന്റ് ജെയിംസ് ഡയറക്ടർ ശരിക്കും കുറെ മുഴക്കൊക്കെ കൊടുത്തു. പക്ഷെ എന്റെ വിശ്വാസം പിന്നീട് 2 സൈക്കിൾ എനിക്ക് കുറച്ച് ആളുകൾ പഴയ ഫ്രീ ആയിട്ട് കിട്ടി. പിന്നെ ഒരു പുതിയ ബൈക്ക് 9,000 കിലോമീറ്റർ 10 പൈസ കൊടുക്കാതെ എനിക്ക് കിട്ടി. കഴിഞ്ഞ മാസം ആൾക്കാർ ഫ്രീ ആയിട്ട് കൊടുത്തു. പിന്നെ എനിക്ക് 2 ബൈക്ക് മേടിക്കാൻ പറ്റും. എനിക്ക് ഒരെണ്ണം ഫ്രീ ആയിട്ടില്ല, വരുമ്പോ കൊടുക്കുക. പിന്നെ ഒരു കപ്പല് കൂടി മേടിച്ചു. അത് പള്ളി മുടുക്കി കൊടുക്കാനായിട്ട് അവളോട് പറഞ്ഞു. അവള് കൊണ്ടിട്ടു ബക്കറ്റിൽ. എന്തിനാന്നറിയോ, എന്റെ ഭാര്യ മരിക്കുന്നതിന് മുമ്പ് 5.5 പവൻ സ്വർണ്ണം മേടിച്ചു കൊടുക്കാൻ പറ്റി. 1 പവൻ ഇല്ല. 21 വയസ്സില് എന്റെ മോളെ കല്യാണം വരെ നഴ്സാ. 1 പവനില്ല. വീട് തരച്ചിട്ടില്ല, വാതിലില്ല, ജനലില്ല, കട്ടിലില്ല. നിങ്ങളുടെ മോൾക്ക് കല്യാണം ഉറപ്പിക്കും ഈ അവസ്ഥയില്? ഞാൻ ഉറപ്പിച്ചു. ഈശോയോട് പറഞ്ഞ അവസ്ഥ മുന്നോട്ട് വന്നു. പോട്ടയിലെ വിനോദിച്ചു, ചേച്ചി തടസ്സല്ലേ, പോട്ടെ മുന്നോട്ട് 15 പവൻ ദിവസം കഷ്ടമെടുത്ത മനസ്സമ്മതം കല്യാണം. ഈ കല്യാണം 15 പവൻ ആ സമയം കൊണ്ട് കൊടുത്തു. വീടിന്റെ അടിയിൽ കാർപ്പറ്റ് ഇട്ടു, ബാക്കി എല്ലാ പണിയും വെച്ചു, ടൈലിറക്കി വെച്ചു. ഉണങ്ങാൻ സമയം തോന്നിട്ടില്ല. ആരാ തന്നെ? ദൈവം തന്നതിനനുസരിച്ച് നീ കർത്താവിന് കൊടുക്കുമ്പോൾ നിന്റെ മുഖം വാടരുത്, ലുപ്ത് കാണിക്കരുത്. കർത്താവ് തന്നതിനനുസരിച്ച് നീ കൊടുത്താൽ
ഒന്നുമില്ലാത്തവര് കൈ ചുറ്റി പിടിച്ചോ. എൻ്റെ പേര് ബേബി. ഞാൻ മാതാവിനോട് നിരന്തരം പ്രാർത്ഥിച്ചതിന്റെ ഫലമായും ഇവിടെ മാസത്തിൽ നടക്കുന്ന ഏകധ്യാനത്തിൽ വല്ലപ്പോഴും ഒരിക്കേ വന്നിട്ടുള്ളൂ. ആ ധ്യാനത്തിനെ സംബന്ധിച്ചും കണ്ണീരോടെ അമ്മയുടെ സന്നിധിയിൽ മുട്ടിക്കിട്ടിയതിന്റെ ഫലമായും എൻ്റെ മകൾക്ക് ന്യൂസിലാൻഡിൽ ജോലിയില്ല എന്ന് പറഞ്ഞ് ടിക്കറ്റ് എടുത്ത് തിരിച്ചു വരാൻ നിൽക്കുന്നതിന്റെ തലേ ദിവസം എക്സ്പീരിയൻസ് ഇല്ലാത്ത എൻ്റെ മകൾക്ക് ജോലി ലഭിച്ചത്. ജോലി ലഭിക്കുകയും അതിന് ഫലമായി ഞങ്ങൾ ഫാമിലി 6 മാസത്തോടെ താമസിക്കുകയും മാതാവിന്റെ അനുഗ്രഹം ദിവ്യബലിയിൽ സംബന്ധിച്ച് ഞങ്ങൾക്ക് അന്നത്തെ കിട്ടിയതിന് വളരെയധികം നന്ദി പറയുന്നു. പുസ്തകം 19-ാം അധ്യായത്തിൽ 11 മുതലുള്ള വചനങ്ങൾ നമ്മൾ എടുത്ത് വായിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടതായി ഞാൻ കണ്ടു. ഇതാ ഒരു വെള്ള കുതിര, അതിന്റെ പുറത്തിരിക്കുന്നവൻ വിശ്വസ്തനെന്നും സത്യവാനെന്നും വിളിക്കപ്പെടുന്നു. അവൻ നീതിയോട് വിധിക്കുകയും പടവരുത്തുകയും ചെയ്യുന്നു. അവന്റെ വിഴികളിൽ തീനാളം പോലെ, അവന്റെ ശിരസിന് അനേക കിരീടങ്ങൾ. അവൻ ആലേഖനം ചെയ്യപ്പെട്ടൊരു നാമമുണ്ട്, അത് അവനല്ലാതെ മറ്റാർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരുന്നു. അവന്റെ നാമം ദൈവവചനം എന്നാണ്. നമ്മുടെ യേശുവിനെ യേശുവെ യേശുവെ എന്ന് വിളിക്കുന്നത് ഇന്നിവിടെ മുഴുവൻ യേശുവിന്റെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞ സമയമായിരുന്നു. ഈ സഹോദരൻ വർഗീസ് ബ്രദർ അത്ര അതിശക്തമായിട്ട് പരിശുദ്ധാത്മാവാൻ നിറഞ്ഞു നിന്നുകൊണ്ട് ദൈവത്തിന്റെ വചനം നമുക്ക് തരും. ആരെ? യേശുവിനെ തരുവാനും. അതിലൂടെ വായിക്കുന്നത് അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരുന്നു. അവന്റെ നാമം ദൈവവചനം എന്നാണ്. ഹല്ലേലൂയ. അതിശക്തമായി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി ഇത്രയും സമയം ഇവിടെ ശുശ്രൂഷ ചെയ്ത വർഗീസ് സഹോദരനെ നമുക്ക് നമ്മുടെ ശക്തമായിട്ട് ദൈവത്തിന്റെ നാമത്തില് നമുക്ക് കൈകളടിച്ച് നമുക്ക് നമ്മുടെ ഇടവകയുടെ നാമത്തില് നമ്മുടെ വികാരത്തിന്റെയും കൊച്ചച്ഛന്റെയും നമ്മുടെ ഈ വന്ന എല്ലാവരുടെയും പേരിൽ കൈകളടിച്ച് നമുക്ക് നന്ദി പറയാം. ഇനിയും നമ്മൾ സഹോദരനെ സമയത്തിനൊക്കെ അനുസരിച്ച് നമുക്ക് വിളിക്കും. അദ്ദേഹത്തിന്റെ കുടുംബത്തെയും എല്ലാവരും അദ്ദേഹത്തിന്റെ നിയോഗങ്ങളിൽ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മള് ഇപ്പൊ ഉടനെ അവിടെ ജോലി ശരിയായിട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പോയത്. അങ്ങനെ പല സ്ഥലങ്ങളിലേക്കും ആ കുട്ടി അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞ എൻ്റെ മകളോട്, നീ നമ്മുടെ മാതാവിന്റെ അടുത്ത് ജോലിക്ക പ്രാർത്ഥന തുടങ്ങിയിട്ടുണ്ട്, നീ മാതാവിന്റെ അടുത്തേക്ക് ജോലിക്ക പ്രാർത്ഥനയ്ക്ക് വായോ, ആ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ട് മാതാവിടെ ഇടപെടുന്നു പറഞ്ഞു. ഞാൻ 4, 5 ഒരേ ദിവസം ഞാൻ ചെയ്തു. എല്ലാ ദിവസവും കുർബാനയിലും പ്രാർത്ഥിക്കും. അവൾ ഉപവാസം, പ്രാർത്ഥനയും ജപമാലയും എല്ലാം അവളും ചെയ്തു. അങ്ങനെ ഒരു ദിവസം പറഞ്ഞു, അമ്മ എന്നെ ഒരു ഇന്റർവ്യൂക്ക് വിളിച്ചിട്ടുണ്ട് എന്ന്. അപ്പൊ ഞങ്ങൾ ശക്തമായി പ്രാർത്ഥിച്ചു. പക്ഷേ അവള് ഇന്റർവ്യൂക്ക് തിങ്കളാഴ്ച കുട്ടീനെ വിളിച്ചെങ്കിലും തിങ്കളാഴ്ച എന്റെ മകൾ ഇങ്ങോട്ട് ജോലിക്ക് പ്രാർത്ഥനയ്ക്ക് വന്നു. അപ്പൊ അതിന്റെ ഇടയിൽ അമ്മ ഉച്ചയ്ക്ക് മെസ്സേജ് വന്നു, അവൻ അവിടെ ഇന്റർവ്യൂക്ക് വിളിച്ചിട്ടുണ്ട്, ബുധനാഴ്ച വിവരം തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവള് തിങ്കളാഴ്ച വന്ന് ജോലിക്ക് പ്രാർത്ഥന കഴിഞ്ഞ് ചൊവ്വാഴ്ച രാത്രി ആയപ്പോ ആ ഇന്റർവ്യൂ ക്ലാസ് പാസ്സായി കുട്ടീനെ തിരിച്ച് വിളിച്ചു. അപ്പൊ മാതാവിന്റെ ഒരു ശക്തി കണ്ടു, അത്രമാത്രം കണ്ണീരുണ്ട് ആ കുട്ടി. ഞാൻ എന്റെ മോൻ വേദന അനുഭവിച്ചു. ഇപ്പോൾ അവൻ ജോലിക്ക് കയറിയിട്ടില്ല, വിസ അടിക്കാൻ കൊടുത്തിട്ടുണ്ട്, 10 ദിവസം കഴിഞ്ഞ് കിട്ടുമെന്ന് പറഞ്ഞു. ഇനി അത് ശരിയായി ജോലിക്ക് പോകുന്ന ഞാൻ മാതാവിന് മുമ്പിൽ നിങ്ങൾ സാക്ഷിയായി വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മൈക്ക് ഇങ്ങനെ പൊന്തിച്ചു പിടിച്ചോ. എൻ്റെ പേര് മോസ. എൻ്റെ മകൻ്റെ കല്യാണം സാക്ഷി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു കൊല്ലമായിട്ടില്ല, ജനുവരി 27-നാണ് കല്യാണം കഴിയുന്നത്. അപ്പോൾ വേഗം പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അവനത് കൂട്ടാക്കുന്നില്ല. അവരെല്ലാവരും കൂടി പോയിട്ട് ഇവിടെ നമ്മുടെ അടുത്തുള്ള ധ്യാന കേന്ദ്രത്തിൽ പോയിട്ട്
പറയണമെന്നാണ് ഞാൻ പറഞ്ഞിട്ടായിരുന്നു. അവ വരാൻ കൂട്ടാക്കുന്നത് ഞാൻ തന്നെ പറയാൻ വിചാരിച്ചു. അങ്ങനെ ജനുവരി 27 കല്യാണം കഴിയുമ്പോൾ സുഖമായിട്ട് ജീവിക്കുന്നു. മദ്യപാനിയാണ് അനുസരണമെന്ന് വിചാരിക്കലും ഞാനിവിടെ വന്ന് മാതാവ് അതിന് മാസം കുളിക്കുമ്പോൾ മാതാവേ എൻ്റെ മകന് ധ്യാനത്തിന് വരാൻ നല്ലൊരു മനസ്സ് കൊടുത്തെങ്കിൽ ഞാൻ തന്നെ എൻ്റെ നാത്തും ഭർത്താവിൻ്റെ പെങ്ങളും കൂടി പ്രാർത്ഥിച്ചു. അങ്ങനെ കഴിഞ്ഞ ബുധനാഴ്ച ഞങ്ങൾ കുരിശിൽ ധ്യാനത്തിന് പോയി. ആൾ ഒത്തിരി ഇതായിട്ട് നടക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. ദൈവത്തിൻ്റെ ആത്മാവ് മകളോട് പ്രാർത്ഥിക്കണം. അതിന് ദൈവം അനുഗ്രഹിച്ചതിന് ഓർമ്മ യേശുവിനെ എനിക്ക് സ്തുതിക്കും ആരാധിക്കുന്നു എനിക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. നമ്മുടെ അരുളിക്ക് ഉണ്ടല്ലോ, ആരാധനയ്ക്ക് എഴുന്നള്ളിച്ചേക്കുന്ന അരുളിക്ക് രണ്ട് തവണയും അതിന്റെ ഗ്ലാസ് ഊരിപ്പോന്നു. വലിയ വിഷമായി. അപ്പൊ അത് നമ്മുടെ ജേസൺ അത് സൂപ്പർ ഗ്ലൂക്കെ കൊണ്ടുവന്ന് ഒട്ടിച്ചു. പക്ഷേ അതിന്റെ ഗ്ലാസ് നിറച്ച് ഈ ബ്ലൂവിന്റെയും ഇതൊക്കെ അഴുക്കായിരുന്നു. അപ്പൊ എന്റെ മനസ്സിൽ ഈശോയ്ക്ക് അത് ഇരിക്കാൻ, ഈശോനെ കൊണ്ടത് ഇരുത്തേണ്ടതാണ്. ഏറ്റവും രാജാതിരാജനായ ഈശോ കയറിയിരിക്കേണ്ട ഒരു അരുളിക്കല്ലേ അത് ഇങ്ങനെ എത്ര മോശമായിട്ട് നമ്മൾ ഇത്രയും ഇടവക്കാരോടെ ഉണ്ടായിട്ട് അതെന്തേ അതൊന്ന് നേരെയാവാത്തത് എന്ന് എന്റെ മനസ്സിലിങ്ങനെ ഉണ്ടായിരുന്നു. ഞാനത് പിന്നത്തെ മീറ്റിങ്ങിലെ പ്രതിനിധി യോഗത്തിൽ ഞാൻ പോയിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, നമുക്കത് എന്തായാലും മാറ്റണം. ഈ അരുളിക്കാൻ നമുക്ക് എന്തോ എന്റെ മനസ്സിങ്ങനെ പറയുന്നത് അത് മാറ്റണം എന്നുള്ളത്. ഞാൻ വികാരിച്ചോടും പറഞ്ഞു, കൈക്കാരന്മാരോടൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷെ അതങ്ങനെ അത് അത്ര കാര്യമാക്കി അവരെടുത്തില്ല. അപ്പൊ എന്റെ മനസ്സിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചിന്ത വന്നിരുന്നു, ഈ അരുളിക്ക് മാറ്റണം, അരുളിക്ക് മാറ്റണമല്ലോ എന്നുള്ളത് ഈശോ തോന്നിപ്പിച്ചിരുന്നാന്ന് എനിക്ക് തോന്നുന്നു. പിന്നീട് കഴിഞ്ഞ ഈ സിസ്റ്റർ വന്നിട്ട് ഒരു ടോക്ക് തന്നു, ഈ ടോക്കല്ല അതിന്റെ മുന്നത്തെ ഒരു ടോക്ക് തന്ന സമയത്ത് സിസ്റ്റർ അത് കറക്റ്റായിട്ട് എടുത്ത് എല്ലാം നന്നായിട്ടുണ്ട്. പക്ഷെ അരുളിക്കയിൽ എന്തോ ഒരു കുറവ് തോന്നി. അപ്പൊ അത് എനിക്കൊരു സ്ഥിരീകരണം തന്നതായിരുന്നു. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, അച്ഛൻ അതെന്തായാലും മാറ്റണം എന്ന് വെച്ചാൽ നിർബന്ധം പറഞ്ഞു. അച്ഛൻ എന്ത് വന്നാലും ശരിയാണ്, എന്ത് ചെലവ് വന്നാലും ശരി മാറ്റി പറ്റുള്ളൂ. അപ്പൊ അച്ഛൻ പറഞ്ഞു എന്തെങ്കിലും മാറ്റി. പിന്നെ അച്ഛനും ചെയ്ത് കണക്ക് പറയണം, അവിടെ പള്ളിയിൽ പറയണം, ഇതിലൊക്കെ പറയണം. അപ്പൊ അതിന്റെ എന്ത് ചെലവ് വന്നാലും ഞാൻ തന്നേക്കാം, നമ്മളത് മാറ്റിയേക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നീടത് എനിക്കറിയാം അതിനിങ്ങനെ നീണ്ടു പോകും. ഇവരൊക്കെ കാര്യം തീരുമാനിച്ചെടുക്കുന്ന സമയം പോകും. അത് നമ്മളെ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. ഞാൻ എൻ്റെ വൈഫിനെയും കൊണ്ട് ഞാൻ പോയി തൃശ്ശൂര്. അത് തപ്പി നമ്മളൊരു ആദ്യം ഒരു അരുളിക്കുക ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുക. പക്ഷെ പറഞ്ഞ കുറച്ചിങ്ങനെ കൂടുതൽ കതിരുകളുടെ ടൈപ്പാണ് അച്ഛൻ്റെ ഉദ്ദേശം, അതും വലിയത് വേണമെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല. അത് ഒരു അരുളിക്കാൻ നമുക്ക് നമ്മുടെ മാതാവിന്റെ പള്ളിയിലേക്ക് അത് കൊടുക്കാനായിട്ടുള്ള ഒരു കൃപ കർത്താവ് എനിക്ക് തന്നു. അത് സാക്ഷിയായിട്ട് ഞാൻ പ്രാർത്ഥന ആ പ്രാർത്ഥന 33 ദിവസം നിങ്ങൾ നിയോഗം വെച്ച് ഞാൻ വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ചായ കൂടി എപ്പോഴും ചായ കുടിക്കണം. രാത്രി 10 മണി 11 ഞാൻ ചായ ഉണ്ടാക്കി. അപ്പൊ എനിക്ക് ആ ദൃശ്യം മാറ്റി തരണമേ നന്നായി ഈശോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രാർത്ഥന ഞാൻ തുടങ്ങി അന്ന് തൊട്ടിട്ട് പിന്നെ ജൂൺ 10 തൊട്ട് തന്നെ ആ പ്രാർത്ഥന തുടങ്ങിയത്. ആ 33 ദിവസം കഴിഞ്ഞു. അനേക കടന്നു അനുഗ്രഹം വാങ്ങിച്ച കൃപകൾ ഈശോയിൽ സ്വീകരിച്ചു. ദൈവത്തിന്റെ മണമുള്ള ഈ ദേവാലയമായിരിക്കും. ദൈവത്തിന്റെ ചൈതന്യം അവരിലേക്ക് പറയുമ്പോൾ നമുക്ക് ആദരിച്ചു പ്രാർത്ഥിക്കും. ദൈവ ചൈതന്യം നിലനിൽക്കുന്ന ഈ ദേവാലയത്തിൽ നമ്മളായിരിക്കും. ദൈവത്തിന്റെ കൃപ നമ്മിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും നമ്മളായിരിക്കുന്ന എല്ലാ മേഖലകളിലേക്കും നമ്മുടെ പ്രാർത്ഥന മേഖലകളിലേക്കും നിറയെ നമ്മൾക്ക് ആവശ്യം സാധിക്കും. ദൈവം നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹത്തിനും നന്ദി പറയും. നാളെ വരെ നമ്മൾ കാത്തു പരിപാലിച്ചിട്ടുണ്ട്. ഇന്നത്തെ ദിവസം നമ്മൾ അനുഗ്രഹിച്ചിരിക്കും. നമ്മൾ ആരുടെയും യോഗ്യത കൊണ്ടല്ല ഇന്നത്തെ ദിവസത്തെ നമ്മളിവിടെ ആയിരിക്കുന്നത്. ദൈവത്തിന്റെ കൃപ കൊണ്ടാണ്, ദൈവത്തിന്റെ കരുണ ഉള്ളതുകൊണ്ട്
അങ്ങനെ ഞങ്ങളെ എത്ര അധികമായി സ്നേഹിക്കുമ്പോൾ കുറച്ചുകൂടെ സ്നേഹിക്കുമോ, കുറച്ചുകൂടെ മനസ്സിലാക്കുമോ, ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ ആയതുകൊണ്ട് ജീവിക്കുക, സമാധാനത്തോടെ സന്തോഷത്തോടെ സംതൃപ്തമായ ഒരു മനസ്സോടെ അങ്ങനെയൊക്കെ കണ്ടുവരുവാൻ ഞാൻ അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും പ്രത്യേകമായ ദൈവത്തിലേക്ക് സമർപ്പിക്കുന്നു. ഓരോ ദൈവത്തിലും പാപമോചനം തരുന്നത് നമ്മുടെ പാപങ്ങൾക്ക് മോചനമാണ്. ഞങ്ങളുടെ എല്ലാ പാപങ്ങൾക്കും മോചനം തരുന്ന ആഗ്രഹത്തോടെ ഇന്ന് ഈ ബലിയിൽ ഭക്തിയാദരവും ഈശോയിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമുക്ക് ശൂന്യനാകേണ്ടത് ഇതാണ് നിന്നിലേക്ക് കൃപ ചെയ്യുക. നമ്മൾ അനുഗ്രഹിക്കുവാനായി കടന്നു വരികയും ആരാധനയ്ക്ക് ഏറ്റവും യോഗ്യനായ നല്ലതല്ല ഒരപ്പമായി നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരികയും ഐശ്വര്യം ആരാധിക്കും. അങ്ങ് ഞങ്ങൾ എത്ര അധികമായി സ്നേഹിക്കുന്നു, കുറച്ചുകൂടെ സ്നേഹിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണം. കുറച്ചുകൂടെ മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ ചിന്തകൾ, വികാര വിചാരങ്ങൾ മുഴുവനാണ്. നമ്മളെല്ലാം പ്രാർത്ഥനകളും ഈശോയ്ക്ക് സമർപ്പിക്കുകയാണ്. ആരാധനയ്ക്ക് ഏറ്റവും യോഗ്യനായ ആ നല്ല തമ്പുരാന്റെ മുമ്പിൽ അതായത് സുവിശേഷങ്ങൾ കാണുന്നത് ചോദിക്കും, ഞങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കും, ഞങ്ങൾ കണ്ടെത്തും. Hallelujah, 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 hallelujah.
സ്നേഹത്തിലേക്ക് നമുക്ക് നമ്മളെ തന്നെ നമ്മുടെ കുടുംബത്തെ തന്നെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ സ്നേഹം നമ്മിലേക്ക് നിറയട്ടെ. ദൈവത്തിന്റെ സ്നേഹം നമ്മിലേക്ക് നിറയുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ കൃപയുടെ ജീവിതമായി മാറുകയും സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ വിളനിലമായി മാറുകയും ഈ സമയം വരെ നമ്മൾ എല്ലാവരും ഏകദിന ശുശ്രൂഷയിലായിരുന്നു. നമ്മൾ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് വേണ്ടി ശുശ്രൂഷ നയിക്കാനായിട്ട് കടന്നു വന്നത് ഗാഗുൽത്താ ധ്യാന കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് ഡയറക്ടറായ വിനീശനാണ്. വിനീശൻ നമുക്ക് ദീപബലി അർപ്പിച്ചു, ആരാധനയിലൂടെ നമ്മെ കൊണ്ടുപോയി. നമുക്ക് നമ്മുടെ എല്ലാവരുടെയും പ്രത്യേകിച്ച് വികാരിച്ചിന്റെ പേരിൽ ഉച്ചന്റെ പേരില് നമ്മുടെ ഇടവകയിലെ എല്ലാ കൈക്കാരന്മാരുടെയും നമ്മുടെ ഇടവക അംഗങ്ങളുടെ എല്ലാവരുടെയും പേരില് കൈകളടിച്ചുകൊണ്ട് വിനീശനെ നന്ദി പറയാം. അതുപോലെ തന്നെ രാവിലെ മുതൽ നമുക്ക് 9 മണിക്ക് വന്നിട്ടുണ്ട് നമ്മുടെ സനജ് നമ്മുടെ ഒപ്പം ആയിരുന്നുകൊണ്ട് എല്ലാ ശുശ്രൂഷകളിലും ഒപ്പം നമ്മെ സഹായിക്കാനായിട്ട് ഗാന ശുശ്രൂഷ നമ്മെ സഹായിക്കുവാനായിട്ട് നമ്മോടൊപ്പം ആയിരുന്ന സനോജ് മിത്രയും നമുക്ക് കൈകളടിച്ച് നമുക്കിവിടെ ശുശ്രൂഷ നയിക്കാനായിട്ടുള്ള പെർമിഷൻ തരുന്നത് നമ്മുടെ വികാരിച്ചനും നമ്മുടെ ഇടവയിലെ കൈക്കാരന്മാരാണ്, കൊച്ചനാണ്. നമ്മൾ അവരുടെ പ്രത്യേകമാവിധം നമ്മുടെ ഈ പ്രാർത്ഥന കൊണ്ട് അന്ന് കടന്നു വന്ന എല്ലാവരുടെ പേരില് നമ്മുടെ വികാരിച്ചനെയും കൊച്ചനെയും കൈക്കാരന്മാരെയും നമുക്ക് കൈകളടിച്ച് നമുക്ക് നന്ദി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ഇടവകയിൽ 2ാം ശനിയാഴ്ചത്തെ ശുശ്രൂഷകൾ നമുക്കറിയാം, വൈകിട്ടാണ് നമ്മുടെ അതിന്റെ ഊട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത്. അത് നമ്മുടെ ഉച്ചയ്ക്ക് മാറുവാനായിട്ട്, ഉച്ചയ്ക്ക് ആക്കി തീർക്കാനായിട്ട് നമ്മുടെ ശുശ്രൂഷകളൊക്കെ കാലത്ത് മുതൽ വൈകിട്ട് വരെയുള്ള സമയങ്ങളിൽ അതാകാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അത് അതിന്റെ സമയത്തിന്റെ പൂർത്തീകരണത്തില് അങ്ങനെ ഒരു മാറ്റം സംഭവിക്കാൻ ഇടവരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. കടന്നു വന്ന നിങ്ങൾ എല്ലാവരോടും നിങ്ങളോട് പ്രത്യേകം പറഞ്ഞില്ലേ, അടുത്ത മാസത്തിൽ നിങ്ങൾ കടന്നു വരുമ്പോൾ ഒരു 5-10 പേരെ കൂടി നിങ്ങൾ ഓരോരുത്തരും കൂട്ടിക്കൊണ്ടുവരിക. ഈ പള്ളി നിറഞ്ഞ് നമുക്ക് ഈശോയെ ആരാധിക്കാൻ പരിശുദ്ധമ്മയോട് ചേർന്നായിരിക്കുവാനുള്ള കൃപ ഗ്രൂപ്പിലെ എല്ലാ വ്യക്തികളും ഇവിടെ ചടങ്ങ് പറയുമ്പോൾ നിങ്ങൾ ഒരു 5 പേരെ കൂട്ടി പഠിക്കും. ഇപ്പൊ ആവശ്യത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉച്ച നേരത്തായിട്ടും ഇത്രയും പേര് വരിക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു അത്ഭുതമാണ്. ഞങ്ങളുടെ വൈകുന്നേരം തന്നെയാണെങ്കിലും ഇത്ര ആളുകൾ വരാൻ സാധ്യതകളുണ്ട്. ഇപ്പോൾ ഈ ഉച്ച നേരത്തായിട്ടും നമ്മളിവിടെ ഈ എന്താ പറയാ വെയിലും ഇതൊക്കെ സഹിച്ച് നമ്മളിവിടെ ആയിരിക്കും. അപ്പൊ എല്ലാവരും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരെയും ഗാഗുൽത്താ ധ്യാന കേന്ദ്രത്തിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും സുസ്വാഗതം. താങ്ക് യു.